ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നിരിക്കട്ടെ, ഇനിയുള്ള കാലം നമുക്ക് വലിയ ഒരു പരാജയം പോലും ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയാവാം, അവരുടെ കുട്ടികളെ വളർത്തണം, ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ ലോണോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരൊരു സംരംഭം തുടങ്ങുന്നു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മളുള്ളത്. ഇനി എനിക്ക് പരാജയപ്പെടാൻ പറ്റില്ല, ഇനി എനിക്ക് ഉയർന്നു വരണം, ജീവിക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ ഒരിക്കലും പരാജയപ്പെടാതെ കഠിനമായി അധ്വാനിച്ച് ഞാൻ മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, എല്ലാവരെക്കാളും ഒരു പടിയെങ്കിലും എനിക്ക് മുൻപിലെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്യുന്ന സംരംഭം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇനിയുള്ള കാലം അതിന് ഭാര്യ വിധവയാവട്ടെ, അതിന് ഭർത്താവ് ഭാര്യ മരിച്ചുപോയി മക്കളെ എല്ലാം കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്, എന്തോ ആവട്ടെ, ഇനിയുള്ള കാലം ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും എനിക്കുണ്ടാകും. ഇന്ന് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും എനിക്ക് സഹായത്തിനുണ്ടാകില്ല. ഈ സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ പ്രയത്നിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇനിയുള്ള കാലം എൻ്റെ മക്കളെ സംരക്ഷിച്ച് ഉയരത്തിലെത്തണം, എൻ്റെ കുടുംബത്തെ മുന്നിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാന കുടുംബനാഥനാണ് മരിച്ചിരിക്കുന്നത്, അപ്പോൾ ആ മക്കളാണ് ഉള്ളത്, അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നത്, അങ്ങനെയുള്ള മക്കളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ടത്, ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് മറ്റാരിൽ നിന്നും സഹായം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വെക്കാതെ ഞാൻ തന്നെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടുമല്ലോ ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടിയില്ല എങ്കിൽ നമ്മൾക്ക് മാനസികമായ പ്രയാസവും നമ്മുടെ സംഭവം പരാജയത്തിലാവും. ആരുമില്ല എന്നെ സഹായിക്കാൻ, ഇനി ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ തന്നെ ഉണ്ടാവണം, എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റക്കായതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു കല്യാണം നടക്കുകയാണെന്നിരിക്കട്ടെ, കല്യാണം നടത്തുകയാണെങ്കിൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, അതിന് ഇന്ന കാര്യം ഇന്നാൾ ചെയ്യൂ, ഇന്ന കാര്യം ഇന്നാൾ ചെയ്യൂ എന്ന് പറഞ്ഞ ഓരോ ആൾക്കാർ ഓരോ കാര്യം ഏൽപ്പിക്കും. പക്ഷേ അവരത് ചെയ്തില്ല എങ്കിൽ അത് പരാജയത്തിലേക്കാവും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, മറ്റാരും ഉത്തരവാദിത്വം കൂടി ചെയ്യില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് എഴുതി വെക്കും. ഇന്നത് ആദ്യം ചെയ്യണം, രണ്ടാമത് ഇന്ന് ചെയ്യണം, മൂന്നാമത് ഇന്ന് ചെയ്യണം, നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് ഓരോന്നോരോന്നും നാം തന്നെ ഓടിപ്പോയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്ത് തീർക്കും. അതുപോലെയാണ് നമ്മളാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. മറ്റാരും എനിക്ക് സഹായത്തിനുണ്ടാകില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മളൊരു പ്രവൃത്തി അങ്ങ് ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് വിജയിക്കും. കാരണം എന്താ, ഞാൻ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ കിടന്നുറങ്ങില്ല. അതല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സുഖത്തിൽ നിൽക്കുമ്പോൾ അവർ ചെയ്യാതിരിക്കും ചിലപ്പോൾ, അപ്പോൾ അത് പരാജയത്തിലേക്ക് പോകും. രണ്ടാമത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇനി നമ്മൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മളാണ് ഈ സംരംഭത്തെ വിജയിപ്പിക്കേണ്ടത്, ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മളെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ 100% ഉണ്ടാകും. മോശമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയാണ്, ഭർത്താവ് മരിച്ചു പോയവളാണ്, ആ മക്കളെയും കൊണ്ട് ഇനിയുള്ള കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാർ പറയും, ഭർത്താവ് മരിച്ചിട്ട് അത്ര ആയിട്ടില്ല, എന്നിട്ട് നോക്ക്
അവൾ വസ്ത്രം ധരിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിന് പകരം അവൾ എടുക്കുന്നത് കളർ സാരി ഉടുക്കുന്നു, മോഡേൺ വസ്ത്രം ധരിക്കുന്നു, അവൾ അങ്ങനെ പോകുന്നു. അവൾ സ്വഭാവം അത്ര മോശം അല്ലെങ്കിൽ മോശമാണ്, അവൾ ആളത്ര ശരിയല്ല എന്ന് പറഞ്ഞ് പരത്താൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ തയ്യാറാക്കും. എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറയും. നമ്മളത് പ്രതീക്ഷിക്കണം. ഞാൻ ഇതാ പുതിയ രംഗത്ത് ഇറങ്ങിയാണ്, അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നു. ആ സംരംഭത്തിന് നമ്മുടെ കൂട്ടത്തിലുള്ള ബന്ധുജനങ്ങളായിരിക്കും ഏറ്റവും വലിയ ശത്രുവായിട്ടുണ്ടാവുക. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല. ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നിരിക്കട്ടെ, ഇനി അതല്ല നമ്മുടെ ഒരു വീടെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആരുമില്ല, പക്ഷെ ആ വീടെടുക്കാൻ വേണ്ടി തീരുമാനിക്കും, പറയും ഇവർക്ക് എവിടുന്ന ഇത്രയധികം പൈസ, ഞാൻ കുറേ കാലം എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്കാവുന്നില്ല, പക്ഷേ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു. പിന്നെ കുറ്റം പറയാൻ തുടങ്ങി. അവർ വേറെ ഏതെങ്കിലും പുരുഷന്മാരുടെ അടുത്ത് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പുരുഷന്മാരെ ചെയ്യുന്നുണ്ടെങ്കിൽ കള്ളക്കടത്തുണ്ടാവും. ഇത്തരത്തിൽ പോലും പലരും പ്രചരിപ്പിച്ചേക്കാം. എന്ന് വെച്ചാൽ കൊത്തുവാക്കുകളും പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും അതുപോലെ തന്നെ നമ്മൾക്ക് ദോഷകരമാകുന്ന പല കാര്യങ്ങളും പ്രചരിപ്പിക്കാം. ഇതിൻ്റെ മുന്നിൽ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും ഉണ്ടാകാം. പക്ഷേ ഈ അവസരത്തിലും നമ്മൾ തളരരുത്. ഇതെല്ലാം നമ്മൾ ആദ്യം പ്രതീക്ഷിക്കണം. ഞാൻ ഈ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും എനിക്ക് തരണം ചെയ്യേണ്ടതായി വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമായി തോന്നില്ല. നമുക്ക് തോന്നുന്നു രാത്രി നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട്, അല്ല പൊട്ടക്കിണറുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചുവടും ശ്രദ്ധിച്ച് മുന്നോട്ട് വെക്കും. അതുപോലെയായിരിക്കണം നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് വളരെയേറെ പ്രയാസം അനുഭവിച്ചിട്ട് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മക്കൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ആശ്വാസമാകും, ആ സമയത്ത് എനിക്ക് വിശ്രമിക്കാലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും നമ്മൾ വിദ്യ കൊടുക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ ലാളിക്കുന്നതും നമ്മൾ സംരക്ഷിക്കുന്നതും ആയ ആൾക്കാർ നാളെ നമ്മുടെ ശത്രുക്കളായി തീരും എന്ന് പ്രതീക്ഷിക്കണം. ഇവരൊക്കെ നാളെ നമ്മുടെ ശത്രുവാണ് എന്ന് വെച്ചാൽ മക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അതുപോലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായാലും ബന്ധുജനങ്ങളൊക്കെ തന്നെ നാളെ നമ്മുടെ ശത്രുക്കളാകും എന്നുള്ള പ്രതീക്ഷ വേണം. അവരിൽ നിന്നും ഇങ്ങോട്ട് ഒരു കണിക പോലും നല്ല കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അവർ സഹായിക്കുമല്ലോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അവരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടി മക്കൾ നമ്മൾ ഇതാക്കി കൊണ്ടുവരുന്നു, വളർത്തിക്കൊണ്ടുവന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കടം വാങ്ങിച്ചിട്ട് ആണ് അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെന്നിരിക്കട്ടെ. ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, ആ പെൺകുട്ടി നാളെ മറ്റൊരു പ്രേമത്തിൽ ചെന്ന് ചാടിയെന്നിരിക്കട്ടെ, നമ്മളെ വാക്ക് കേൾക്കാതെ അവൾ നമ്മളെ ധിക്കരിച്ച് അവൻ്റെ കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നില്ല നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളായ ആൾക്കാർ നാളെ നമ്മുടെ ശത്രുക്കളാകും എന്നുള്ള ചിന്തയോടുകൂടി വേണം അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ മക്കളാകട്ടെ, ഭർത്താവോ ഭാര്യയോ ആവട്ടെ, അച്ഛനോ അമ്മയോ ആകട്ടെ, ഏറ്റവും അടുപ്പുള്ള ഏതൊരാളായാലും നാളെ നമ്മൾക്ക് ഹെൽപ്പായിട്ടുണ്ടാകും, സഹായത്തിനുണ്ടാകും എന്ന് ചിന്തിക്കരുത്. ഞാൻ ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സഹായത്തിന് ഇവരാണല്ലോ ഉള്ളത് എന്ന് ചിന്തിച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. നാളെ ഇവർ നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർ നമ്മൾക്കെതിരെ തിരിയുമ്പോൾ നമുക്കത് താങ്ങാവുന്നതിലും ഏറെയാകും. ഒരിക്കലും അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. ആ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യ പോലും ചെയ്തു പോകുക. എന്നാലും എൻ്റെ മക്കൾ എന്നോട് ഇത് ചെയ്തല്ലോ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടപ്പുറപ്പല്ലേ, അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ടാണ്? നമ്മളത് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും ഒരു പ്രതീക്ഷ നമ്മൾ അവരിൽ കൊടുക്കരുത്. പിന്നെയുള്ളൊരു കാര്യം എന്താണ്? മുമ്പ് നമ്മൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടാവും, നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പല ആൾക്കാർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവും, ബ്ലഡ് കൊടുത്തിട്ടുണ്ടാവും, സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ നാളെ നമ്മളൊരു സഹായം ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് സഹായം ചോദിച്ചിട്ട് പോകാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണെന്നറിയോ? അവരെന്നെ സഹായിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല, ഒരു വാക്ക് ചോദിക്കുന്നത് മാത്രം.
അഥവാ നിങ്ങൾ വലിയ പ്രതീക്ഷയും വെച്ചിട്ടാണ് അവരുടെ അടുത്തൊരു സഹായത്തിന് വേണ്ടി പോകുന്നിരിക്കട്ടെ, അവർ പറയും അയ്യോ നിങ്ങൾ അവരുടെ പൈസ ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ അവർ ആ പൈസ നമുക്ക് അവർ ദാരിദ്ര്യം പറയും, അവർ ബുദ്ധിമുട്ട് പറയും, അവരുടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് തരുന്നില്ല എന്നിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ പോയ ഉടൻ തന്നെ ഇവർ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടാവും എന്ത് ധൈര്യത്തിൽ ഇവർക്ക് കൊടുക്കേണ്ടത്, ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എങ്ങനെ തിരിച്ചു കിട്ടും, അവർക്ക് ഒരു ഗതിയില്ലാത്ത അവസ്ഥയാണ്, ഇപ്പം ഞാൻ സഹായിച്ചെങ്കിൽ എൻ്റെ പൈസ പോകും. ഇത് പറയുന്നത് നമ്മൾ മറയത്ത് നിന്നായാലും നമ്മൾ കേട്ടുവന്നിരിക്കട്ടെ, നമുക്ക് താങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴെന്ത് വേണം, നമ്മൾ മുമ്പ് സഹായിച്ച ആൾക്കാരിൽ നിന്നും വീണ്ടും നമ്മളൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് അവരടുത്ത് പോകുമ്പോൾ വലിയ പ്രതീക്ഷ വെക്കരുത്. ചിലപ്പോൾ അവർ നമ്മളോട് നെഗറ്റീവായിട്ടായിരിക്കും പെരുമാറുക, അവർ നമ്മളോട് മോശമായിട്ടേ പെരുമാറുകയുള്ളൂ, എന്നാലും ഒന്ന് ചോദിക്കാം എന്ന് കരുതിയിട്ടേ പോകാവൂ. കാരണം ആരിലും അമിതമായ പ്രതീക്ഷ വെക്കാൻ പാടില്ല എന്നർത്ഥം. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കേണ്ടി വരും എന്നുള്ള ചിന്ത നമുക്ക് വേണം. പലതരത്തിലുള്ള, ഞാനിതോ ഈ യജ്ഞം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണശേഷമാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ മരണശേഷമാണ്, അല്ലെങ്കിൽ തകർന്നു കിടക്കുകയാണ്, എല്ലാം ജപ്തിയിലുമൊക്കെ ഉള്ളത്, ഇനി ഞാൻ ലാസ്റ്റത്തെ ഒരു പിടി എന്ന രീതിയിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു, എന്ത് കാര്യങ്ങൾ അത് വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ നമ്മൾക്ക് മുന്നിലുള്ളത് പടുകൂറ്റം മലയാണുള്ളത്. ഈ മല കടന്ന് അക്കരെ എത്തണം, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് നമുക്ക് മുന്നിലുള്ളത്. ഞാൻ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല എന്ന് ചിന്തിച്ച് വലിയ കാര്യമാണെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കണം. ഏതാവട്ടെ, ബിസിനസ് ആവട്ടെ, ഇനി അല്ലെങ്കിൽ ഒരു വീട് പണിയാവട്ടെ, ഒരു തൊഴിൽ തുടങ്ങുന്നതാവട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതാവട്ടെ, അവർക്കുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതാവട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെ ഒരിക്കലും ചെറുതാക്കി കാണരുത്, അതിനെ വലിയൊരു പ്രശ്നമാക്കി കാണണം. എന്നിട്ട് ഈ പ്രശ്നത്തിന് ഞാൻ അതിജീവിക്കും, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഞാൻ അതിജീവിക്കും എന്നുള്ള ദൃഢനിശ്ചയം വേണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊന്നും അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങൽ വലിയ കാര്യമൊന്നുമല്ല, അതൊന്നും മക്കളെ വളർത്തൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കൽ വലിയ കാര്യമൊന്നുമല്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് വലിപ്പമുള്ളതാണ് എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മളതിനെ കാണണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ നമ്മൾക്ക് എന്താവും, അത് വളരെ ശക്തമായിട്ട് നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാകും. ഒരു ശത്രു ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, ആ ശത്രു അത് അവനല്ലപ്പോൾ നിസ്സാരമായി കാണുമ്പോൾ അവൻ ചിലപ്പോൾ തന്ത്രപൂർവ്വം വളരെ ശക്തമായിട്ടായിരിക്കും നമ്മളോട് പ്രതികരിക്കുക. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ശത്രു, കാരണം ഈ പ്രതിസന്ധികളെല്ലാം ശത്രുക്കളാണ്, നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ശത്രുക്കളാണ്, അതിനെ പരാജയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ അത് ശക്തമാണ് എന്ന്, അത് താങ്ങാൻ പറ്റുന്നതിലും ഏറെയാണ് എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ അതിനെ നേരിടാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ സുഖമായി പരാജയപ്പെടുത്താൻ കഴിയും. കാരണം നമ്മൾ ആഞ്ഞടിക്കും, ശക്തമായ രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആഞ്ഞ് പ്രവർത്തിക്കും, വളരെ കഠിനമായി പരിശ്രമിക്കും. അപ്പോൾ നമുക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ വിജയിക്കുക എന്ന് മാത്രമല്ല, ഇന്ന് കാണുന്നതിൻ്റെ 10 ഇരട്ടി നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതേപോലെ തന്നെയാണ് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ ഈ സംരംഭങ്ങളെല്ലാം ചെയ്യുന്നിരിക്കട്ടെ, ഏതൊക്കെ, ഒന്നിക്കൽ ചിലപ്പോൾ നമ്മളൊരു ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭം തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ഒക്കെ വളർത്തിക്കൊണ്ടുവരേണ്ട ഇതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം നമ്മൾ ചെയ്യുന്നു, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഒരു ഭൂമി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപാട് ശത്രുക്കൾ നമ്മൾക്കുണ്ട്, അവർ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ശത്രുക്കളെ നമുക്കറിയില്ല, പ്രത്യക്ഷത്തിലില്ല അവർ, പക്ഷേ മറയത്ത് നിന്നുകൊണ്ട് എനിക്കെതിരെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ബന്ധുക്കൾ നാളെ ശത്രുക്കളായി പെരുമാറാം. ഞാൻ നേരത്തെ പറഞ്ഞ മക്കൾ പോലും നാളെ നമുക്കെതിരെ തിരിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ബന്ധുക്കൾ നാളെ ശത്രുക്കളായി മാറാം. അതുപോലെ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും നമ്മൾ ചെയ്യുന്ന സംരംഭത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും. ഇത് നമ്മൾ പ്രതീക്ഷിച്ച് വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ നമ്മൾക്ക് ആരും ശത്രുക്കളൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും, വിജയിക്കും, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാവുന്നതിലേറെയായിട്ട് ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകും. അയ്യോ എനിക്ക് വയ്യ ഭഗവാനെ, ഈ മക്കളെയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, ഭർത്താവ് ആത്മഹത്യ ചെയ്തതാ,
അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതെയായി, പറക്കമുറ്റമില്ലാത്ത ഒരു കൊച്ചു കുട്ടികളാണ്. ഇവരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. ഒരു അമ്മ ഒരു പ്രസവത്തിൽ 6 or 7 മക്കളുണ്ടായി, ഒറ്റ പ്രസവത്തിൽ. പത്രങ്ങളിലെല്ലാം നല്ലതുപോലെ ഉണ്ടായതാ വാർത്ത. പക്ഷേ ആ പ്രസവത്തിൽ ഇത്രയും മക്കളുണ്ടായതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ ആ കുട്ടികളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. കാരണം ഞാൻ എന്ത് ചെയ്യുമെന്നില്ല, പകച്ചുപോയി. ഈ കുട്ടികളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്ത സമയത്തും ആ കുട്ടികളുടെ അമ്മ പതറിയില്ല. അവരത് സധൈര്യം നേരിട്ടു. ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഇതേപോലെ അവർ ചിന്തിച്ച് കാണും. അതുകൊണ്ട് നേരം ആ 7 മക്കളെയും അവർ പഠിപ്പിച്ച് വളർത്തി. 10ാം ക്ലാസ്സിലൊക്കെ അവരുടെ വിജയിച്ച സമയത്ത് എല്ലാവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എല്ലാവരും 5 മക്കളാണ്, പഞ്ചരത്നങ്ങൾ എന്നിട്ടില്ലേ, 5 മക്കളെയും ആ അമ്മ ത്യാഗോജ്ജലമായ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ഇന്നവർ നല്ല ഉന്നതിയിലേക്ക് എത്തിയവർ. കഠിനമായ പരിശ്രമം. നമ്മൾ മാതൃകയാക്കേണ്ട ഒരു അമ്മയാണത്. ആ മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആയിരിക്കും ആ അമ്മ ചെയ്യുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് നിറവേറ്റും. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒരുപാട് പരദൂഷണങ്ങളും കുറ്റങ്ങളും കുറവുകളും ആ സ്ത്രീകൾക്കെതിരെ വന്നിട്ടുണ്ടാവും. അവരെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഉരുക്കുപോലെ ഉറച്ചു നിന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ള ചിന്തയോടുകൂടി ആ അമ്മ പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലമായി ആ പഞ്ചരത്നങ്ങൾ എന്ന് പറയുന്ന ആ മക്കളെ അവർ വളർത്തിക്കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു 4 പേരുടെ കല്യാണം കഴിഞ്ഞു എന്നൊരു സംശയമുണ്ട്. 4 പെൺമക്കളും ഒരു ആൺകുട്ടിയാണ്. എല്ലാവരും പഠനത്തിലെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് അവർ വളർന്നു. ആ അമ്മയുടെ ത്യാഗോജ്ജലമായിട്ടുള്ള ആ ജീവിതം മറ്റുള്ള സ്ത്രീകൾ മാതൃകയാക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും തളർന്നു പോകാൻ പാടില്ല. ചില അവസരങ്ങളിൽ ചില വിഷയം ഉണ്ടാകുമ്പോൾ അവരവിടെ തളർന്നു പോകും. തളരാൻ പാടില്ല, തകരാൻ പാടില്ല. ഇതെല്ലാം വെല്ലുവിളിയായി ഏറ്റെടുക്കണം. ഞാൻ വിജയിക്കും എന്നുള്ള ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മുന്നിലുള്ള നമ്മളെ തകർക്കാൻ വരുന്ന എല്ലാ ശത്രുക്കളും പരാജയപ്പെട്ടു പോകും. കാരണം എന്താ, ഇത് സാധാരണക്കാരെന്നല്ല, ഇത് വേറെ തന്നെ ഒരു ജന്മമാണെന്ന് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചരത്നങ്ങളുടെ അമ്മയായിട്ടുള്ള സ്ത്രീയെപ്പോലെ പലരും അത് പരാജയപ്പെട്ടു. അവിടെ നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം പരമാവധി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ തലത്തിലേക്കാവുകയും ചെയ്യും. നമ്മളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്ന നമ്മുടെ ബന്ധുക്കളാവട്ടെ, മക്കളാവട്ടെ, ആരായാലും നമ്മുടെ എതിരെ വരുന്ന ആൾക്കാരെല്ലാം പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ, പരാജയം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത് കുടുംബം മാത്രമല്ല, ജോലിയാവട്ടെ, തൊഴിലാവട്ടെ, മറ്റ് ഏത് മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ചില ആൾക്കാർ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഇനി ഞാൻ എന്ത് കാര്യമുണ്ടായാലും ഞാനത് പഠനത്തിലൂടെ ഞാൻ വിജയിക്കും, എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ വിജയിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെ അവർ ആ പഠനത്തിനെ കാണണം. ഈ അവസരത്തിൽ എനിക്ക് ലഹരിയായിട്ടുള്ള ശത്രുക്കളുണ്ടാവും, മദ്യമായിട്ടുള്ള ശത്രുക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, സിനിമ ഉണ്ടാകും, ഫോണിലൂടെ നോക്കാൻ എനിക്ക് പ്രേരണയുണ്ടാകും, സിനിമ കാണാൻ പ്രേരണയുണ്ടാവും, മറ്റു പല ആൾക്കാരായിട്ട് ഫോണിലൂടെ സംസാരിക്കാനുള്ള പ്രേരണയുണ്ടാവും. തൽക്കാലം ഞാൻ അതെല്ലാം മാറ്റി വെക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രേരണകൾക്കൊന്നും എന്നെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയോടെ ആ വിദ്യാർത്ഥി കാണണം. എൻ്റെ ലക്ഷ്യം ഈ സബ്ജക്റ്റിൽ ഞാൻ വിജയിക്കും. എന്നിട്ട് എന്നെ പരിഹസിച്ചിട്ടുള്ളൂ, ഞാൻ തോറ്റപ്പോഴൊക്കെ എന്നെ പരിഹസിച്ച ആൾക്കാരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകും. എനിക്ക് 1ാം റാങ്ക് കിട്ടുമെന്നില്ല, ഞാൻ വിജയിക്കും എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അങ്ങനെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. ഏതായാലും ഇത് എല്ലാവർക്കും പറ്റുന്ന ആൾക്കാരൊക്കെ ജീവിതത്തിൽ പകർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.